എല്ലാവരും സുഖമല്ലേ? ഞാനിന്ന് നാസി ഗൊരങ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. നാസി എന്ന് പറഞ്ഞാൽ റൈസ്, ഗൊരങ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ്. ജസ്റ്റ് ഫ്രൈഡ് റൈസ് എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്തോനേഷ്യൻ വേർഷനാണ്, സ്വീറ്റും സ്റ്റിക്കി ആയിട്ടുള്ള വേർഷൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ സ്വീറ്റ്നെസ്സും സ്റ്റിക്കിനെസ്സും തരുന്നത് 2 സോസാണ്. ഒന്ന് സ്വീറ്റ് സോയ് സോസും ഒന്ന് ഓയിസ്റ്റർ സോസും. അത് 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണം. സാധാരണ ഫ്രൈഡ് റൈസ് അത്ര സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, പിന്നെ എഗ്ഗൊക്കെ ആഡ് ചെയ്യും. ഇതിലതൊന്നുമില്ല. ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് മയണൈസ് ഇട്ടിട്ടുണ്ട്. കെച്ചപ്പ് മയണൈസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് സോയ് സോസ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും കൂടെ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു 10-15 മിനിറ്റെങ്കിലും. ഈ ഇന്തോനേഷ്യൻ വേർഷനിൽ കൂടുതൽ ഡാർക്ക്നെസ് ഉണ്ടാവും. അത് ഈ 2 സോസിൻ്റെ അകത്തുനിന്നാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സോയ് സോസാണ്. അത് ലാസ്റ്റ് റൈസിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബ്ലാച്ച എന്ന് പറയുന്ന ഈ സാധനമാണ്. ഷ്രിംപ് പേസ്റ്റിന് ഫെർമെൻ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു കോണ്ടിമെൻറ്റാണ്. ആ ഉമാമി ഫ്ലേവർ തരുന്നത് ഈ സാധനമാണ്. ഭയങ്കര സ്ട്രോങ് സ്മെല്ലും ആയിരിക്കും. പിന്നെ ഞാൻ ബോക് ചോയ് എടുത്തിട്ടുണ്ട്. ബോക് ചോയ്ക്ക് പകരം ക്യാരറ്റോ ക്യാബേജോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നിറയെ ഗാർലിക് വേണം. പിന്നെ തായ് റെഡ് ചില്ലിയാണ് നല്ലത്, അല്ലെങ്കിൽ കാന്താരി മുളക് പോലെ എന്തെങ്കിലും നല്ല എരിവുള്ളത് വേണം. പിന്നെ ചെറിയുള്ളിയാണ് നല്ലത്, പക്ഷെ ഞാനിന്ന് സവോള യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കഷ്ണം സവോള വലുത്, അത് പൊടിയായി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് ഈ പച്ചമുളകും ഗാർലിക്കും ബ്ലാച്ചാനിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞു വെക്കാം. ബോക് ചോയിനെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കാം. ക്യാബേജ് ആണെങ്കിലും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കുക. ആദ്യം നമുക്ക് ഈ ഗാർലിക്കിനെയും മുളകിനെയും ബ്ലാച്ചാനിനെയും പേസ്റ്റ് ആക്കാം. ബ്ലാച്ചാൻ പേസ്റ്റ് ഫോമിൽ തന്നെ കിട്ടും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സവോളയും കൂടെ ആഡ് ചെയ്യാം. സവോളക്ക് പകരം ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിനൊരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്കതിന് എണ്ണയിൽ ടോസ്റ്റ് ചെയ്യാവുന്ന വേണ്ടത്. സ്റ്റർ ഫ്രൈസിനെല്ലാം പരന്ന വോക്കാണ് നല്ലത്. ഈ ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ പേസ്റ്റിലെ ബ്ലാച്ചാനും ഉള്ളിയും ഗാർലിക്കും പച്ചമുളകും ഉള്ളത് അത് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഈ ടൈമിൽ ഈ ബ്ലാച്ചാൻ്റെ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് കാരണം എക്സോസ്റ്റ് ഫാനും ഡോറൊക്കെ തുറന്നിട്ട് ഇടുക, അല്ലെ വീട്ടിൻ്റെ അകത്ത് മുഴുവനും സ്മെല്ലാവും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആ മാരിനേറ്റിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ അത് കുക്കായിക്കോളും. കുക്കാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലിഡിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ തന്നെ അത് വെന്തോളും. ഇത് ബോൺലെസ് ചിക്കനാണ്. സാധാരണ ഫ്രൈഡ് റൈസിൽ ഈ ചിക്കനൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു 3-4 എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് സ്റ്റർ ഫ്രൈ ചെയ്യും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയൊക്കെ കുക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് റൈസിൻ്റെ കൂടെ ആ എഗ്ഗ് ആഡ് ചെയ്യും. ഇതിൽ ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ചിക്കൻ വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ മാത്രം വെജിറ്റബിൾസ് ഇടുക. എന്നിട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്യാം. ഈ റൈസ് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളതാണ് നല്ലത്. ഇതിനു വേണ്ടി ഞാൻ ജാസ്മിൻ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വീണ്ടും സ്വീറ്റ് സോയ് സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഫ്രൈഡ് റൈസിൽ സ്വീറ്റ്നെസ് കുറവായിരിക്കും, സോയ് സോസ് മാത്രമേ ഇടുള്ളൂ. ഇതിൽ
സ്വീറ്റ് സോയ് സോസും പിന്നെ മറ്റേ സോയ് സോസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡ്രൈ ആവാൻ വിടുക. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു പപ്പടം, ഒരു ഷ്രിമ്പിനെ കൊണ്ടുള്ള പപ്പടം, കറുപ്പോക്ക് എന്ന് പറയും അത്, പിന്നെ ഒരു ബുൾസായി, പിന്നെ എന്തെങ്കിലും ഒരു സാലഡ് പോലെ അങ്ങനെയൊക്കെയാണ് കഴിക്കുക. സാധനം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ. ഈ 2-3 സോസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്.